മഴയും വെള്ളപ്പൊക്കവും മൂലം UAE-യിൽ വിവിധ പ്രദേശങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം അരമണിക്കൂറോളമാണ് നിർത്തിവെക്കേണ്ടി വന്നത്. 45-ലേറെ വിമാനങ്ങൾ റദ്ദാക്കുന്ന സ്ഥിതിയുമുണ്ടായി. കനത്ത മഴ നാളെയും തുടരും എന്നുള്ളതാണ് മുന്നറിയിപ്പുള്ളത്. നിലവിൽ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സുരേഷ്, സമീപകാലത്തൊന്നുമില്ലാത്ത കനത്ത മഴയാണല്ലോ. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഈ മഴ തുടരാനാണോ സാധ്യത? രാജ്യത്തിന്റെ പല മേഖലകളിലും ഇപ്പോഴും ശക്തമായിട്ടുള്ള മഴ തുടരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പല മേഖലകളിലായി തിരിച്ചാണ് റെഡ് അലർട്ട്. ദുബായ്, അജ്മാൻ, ഷാർജ, ഉമ്മൽ ഖുവൈൻ തുടങ്ങിയ മേഖലകളിലാണ് ഏറ്റവും ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത ഇനി വരുന്നത്. നാളെ രാവിലെ അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അനാവശ്യമായി ആളുകൾ പുറത്തിറങ്ങരുത് എന്നുള്ളതാണ് നിർദ്ദേശം. അതോടൊപ്പം തന്നെയാണ് മോശം കാലാവസ്ഥയെ തുടർന്ന് റാസൽ ഖൈമയും ഫുജൈറയും അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും വെള്ളപ്പൊക്കവുമുണ്ട്. പലയിടത്തും റോഡ് ഗതാഗതം പൂർണ്ണമായി നിലച്ചിരിക്കുന്നു. ദുബായ് അടക്കമുള്ള എമിറേറ്റുകളിൽ ഇത് തന്നെയാണ് സാഹചര്യം. ഇതോടൊപ്പം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഇന്ന് ഏതാണ്ട് 25 മിനിറ്റിലധികം തടസ്സപ്പെട്ടു. ആ സമയത്ത് ഒരു വിമാനവും ടേക്ക് ഓഫ് ചെയ്യുകയോ ഇറങ്ങാനോ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കേരളത്തിലേക്കുള്ള വിമാനം പോലും 3 മണിക്കൂറിലധികം വൈകിയാണ് കൊച്ചിയിലേക്കുള്ള വിമാനമൊക്കെ പുറപ്പെട്ടത്. അങ്ങനെ ഉള്ള സാഹചര്യം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുണ്ട്. 45 വിമാനങ്ങളാണ് റദ്ദാക്കേണ്ടി വന്നിട്ടുള്ളത്. അതോടൊപ്പം അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളായിട്ടുള്ള ഷാർജ, അബുദാബി വിമാനത്താവളങ്ങളെയൊക്കെ ഇത് ബാധിച്ചു. നാളെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും റിമോട്ട് വർക്കിംഗ് ആയിരിക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂളുകൾക്കാണെങ്കിൽ തന്നെ ഓൺലൈൻ പഠനം മാത്രമേ പാടുള്ളൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും നാളെ ഉച്ചയോടുകൂടി മാത്രമേ മഴയുടെ ശക്തി കുറയുകയുള്ളൂ എന്നാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിക്കാം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ മഴ തുടരുന്നത്. നാളെയും മഴ തുടരുമെന്നാണ് അറിയിപ്പ്.